കൂട്ടുകാരെ, നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം അങ്ങ് പഠിച്ചാലോ? എഴുത്തച്ഛൻ പുരസ്കാരം നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് SK വസന്തൻ. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് 2023 ഈ ഒരു അവാർഡ് നൽകിയിരിക്കുന്നത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സേതുവും 2021 ലഭിച്ചിരിക്കുന്നത് P വത്സലയുമാണ്. ഇവിടെ ഒരു കോഡിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. അച്ഛൻ വസന്തന്, മകൻ സേതുവും, മകൾ വത്സലയും. അച്ഛൻ വസന്തന്, മകൻ സേതുവും, മകൾ വത്സലയും. 2023 അച്ഛൻ വസന്തൻ എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചിരിക്കുന്നത് SK വസന്തൻ. 2022 ലഭിച്ചിരിക്കുന്നത് സേതു. 2022 സേതുവാണ്. 2021 ലഭിച്ചിരിക്കുന്നത് P വത്സലയാണ്. P വത്സലയെക്കുറിച്ച് നമുക്ക് ഒന്നിലധികം കോണ്ടന്റുകൾ പഠിക്കാനുണ്ട്. നമുക്കറിയാം, 2023 നവംബർ 21 P വത്സല അന്തരിച്ചിരിക്കുന്നത്. കൂടാതെ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് P വത്സലയാണ്. P വത്സലയുടെ വളരെ പ്രശസ്തമായ ഒരു നോവലുണ്ട്, നെല്ല് എന്ന നോവൽ എഴുതിയിരിക്കുന്നത് P വത്സലയാണ്. കൂടാതെ നെല്ല് എന്ന നോവൽ സിനിമയാക്കിയത് രാമു കാര്യാട്ട് 1974. കൂടാതെ ഇവിടെ നിങ്ങൾക്കറിയാവുന്ന P വത്സലയുമായി ബന്ധപ്പെട്ട എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു കോണ്ടന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. സോ എല്ലാവർക്കും നന്ദി.